അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് എ നമ്പർ ഓഫ് ദ മേജർ എൻവയോൺമെൻറ്റൽ എഗ്രിമെൻറ്റ്. എ നമ്പർ ഓഫ് ദ മേജർ എൻവയോൺമെൻറ്റൽ എഗ്രിമെൻറ്റ്. എന്താണ് നമ്പർ ഓഫ് ദ മേജർ എൻവയോൺമെൻറ്റൽ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് നിരവധി പ്രധാന പരിസ്ഥിതി കരാറുകൾ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പരിസ്ഥിതി കരാറുകൾ എന്ന് നമുക്ക് നോക്കാം. 8 കരാറാണ് ഉള്ളത്. പ്രധാനപ്പെട്ട പരിസ്ഥിതി കരാറുകൾ 8 എണ്ണം ഉണ്ട്. ആ 8 ഞാൻ പോയിൻറ്റ്സുകൾ എഴുതിയിട്ടിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ടെസ്റ്റിൽ നിന്ന് പറഞ്ഞു തരിക ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ മക്കളെ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എൻവയോൺമെൻറ്റൽ എഗ്രിമെൻറ്റ്. 8 കരാറാണുള്ളത്. CITEF ഫുൾ ഫോം കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പൈസസ്. അതായത് എൻഡേഞ്ചേർഡ് സ്പൈസസ്. അതായത് CITEF കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പൈസസ്. സെക്കൻഡ് വൺ ബേസൽ കൺവെൻഷൻ ഓൺ ട്രാൻസ്ബൗണ്ടറി മൂവ്മെൻറ്റ് of hazardous waste. Third one convention on biological diversity. Fourth one convention on climate change. Fifth one Kyoto Protocol to the United Nations framework, convention on climate change. Sixth point convention to combat desertification. And seventh point convention on the law of the sea. And 8th point monetary protocol on substances that deplete the ozone layer. അങ്ങനെ 8 കരാറുകളാണ് നമുക്ക് ഈ എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആദ്യത്തെ ഒന്നാമത്തെ കരാർ എന്താ നോക്കാം. ഒന്നാമത്തെ കരാർ എന്താ? CITEF കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പൈസസ്. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ. അതാണ് CITEF അഥവാ കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന അന്താരാഷ്ട്ര വ്യാപാരത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ. ഈ കൺവെൻഷനിൽ എന്താ പറയുന്നത് നോക്കൂ. CITEF. അപ്പോൾ കുട്ടികളെ 8 കരാറാണ് നമ്മൾ ഒപ്പുവെച്ചിട്ടുള്ളത്. എൻവയോൺമെൻറ്റൽ എഗ്രിമെൻറ്റ് 8 എണ്ണാണുള്ളത്. അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് CITEF. CITEF എന്ന് പറഞ്ഞാൽ എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ. എന്താണ് അതിൽ പറയുന്നത് എന്നും എന്നാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുമാണ് നമ്മൾ പറയുന്നത്. ദിസ് കൺവെൻഷൻ വാസ് സൈൻഡ് ഇൻ 1975. 1975 ഈ കൺവെൻഷനിൽ ഒപ്പുവെച്ചത്. എത്ര രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്? മോർ ദാൻ 125 കൺട്രി ആർ ഇറ്റ്സ് മെമ്പേഴ്സ്. 125 രാജ്യങ്ങളാണ് ഇതിൽ അംഗമായിട്ടുള്ളത്. CITEF ക്രിയേറ്റ് വേൾഡ് വൈഡ് കൺട്രോൾ ഓൺ ദ ഇൻ്റർനാഷണൽ ട്രേഡ് ഓഫ് അൺസേഫ് സ്പൈസസ് ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ്സ്. അതേപോലെ തന്നെ പിന്നെന്താണ് അതിൽ പറയുന്നത്? സുരക്ഷിതമല്ലാത്ത ജന്തുജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാരത്തിന് ആഗോളതലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കളെയും സസ്യങ്ങളെയും അന്താരാഷ്ട്ര വ്യാപാരത്തിന് അവയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിന് ആഗോളതലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി നടപ്പാക്കിയ പാരിസ്ഥിതിക കരാറാണ് CITEF. 1975 ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. ഏകദേശം എത്ര രാജ്യങ്ങളുണ്ട്? മോർ ദാൻ 125 കൺട്രീസ്. അതായത് മോർ ദാൻ 125 കൺട്രി പറഞ്ഞാൽ
ഏകദേശം 125-ലധികം രാജ്യങ്ങളാണ് ഈ ഒരു കൺവെൻഷനിൽ സൈൻ ചെയ്തത്. കൂടാതെ ഈ ഒരു കൺവെൻഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ജന്തുജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഗ്ലോബൽ തലത്തിൽ, ആഗോളതലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അങ്ങനെ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ജീവവർഗങ്ങളുടെ കാര്യത്തിൽ കാട്ടുമൃഗങ്ങളുടെ എല്ലാ വാണിജ്യ വ്യാപാരവും നിരോധിക്കുന്നു. നമുക്കറിയാം, കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്നതും അതേപോലെ തന്നെ അവയെ മറ്റു രീതിയിൽ പിടിക്കുന്നതൊക്കെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് വളരെയധികം കുറ്റകരമായ കാര്യമാണ്. അപ്പോൾ ഈ പ്രകൃതിയിലെ പാരിസ്ഥിതിക സംരക്ഷണ കരാറുമായി ബന്ധപ്പെട്ട് ആദ്യം നടപ്പാക്കിയ കരാറാണ് 1975-ലെ CITES. ഈ കരാർ പ്രകാരം ഏകദേശം 125 രാജ്യങ്ങളാണ് അതിൽ സൈൻ ചെയ്തത്. മാത്രമല്ല, ഈ കരാർ പ്രകാരം കാട്ടിൽ അധിവസിക്കുന്ന ഒരു മൃഗങ്ങളെയും ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പാടുന്നതല്ല. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ പ്രത്യേകിച്ച് ആഗോള വ്യാപാരത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന കരാറാണ് CITES. രണ്ടാമത്തെ കരാറാണ് ബേസ്ഡ് കൺവെൻഷൻ ഓൺ ട്രാൻസ്ബൗണ്ടറി മൂവ്മെൻറ്റ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ്. അപകടകരമായ മാലിന്യങ്ങളുള്ള അതിർത്തി കടന്നുള്ള നീക്കത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ. ബേസൽ കൺവെൻഷൻ ഓഫ് ട്രാൻസ്ബൗണ്ടറി മൂവ്മെൻറ്റ് ഹസാർഡ്സ് വേസ്റ്റ്, അതായത് അപകടകരമായ മാലിന്യങ്ങളുടെ അതിർത്തി കടന്നുള്ള നീക്കത്തെക്കുറിച്ചുള്ള ബേസൽ കൺവെൻഷനാണ് പറയുന്നത്. നമുക്കറിയാം, തോന്നിയ സ്ഥലങ്ങളിലും തോന്നിയ അതിർത്തികളിലൊന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടുന്നതല്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് വളരെ കുറ്റകരമായിട്ടുള്ള ശിക്ഷയ്ക്ക് അത് കാരണമാക്കപ്പെടാം. അതുകൊണ്ട് ഇന്ത്യയുടെ പരിസ്ഥിതി കരാറിൽ കൊണ്ടുവന്ന മറ്റൊരു പ്രത്യേകപരമായിട്ടുള്ള കരാറാണ് ബേസൽ കൺവെൻഷൻ ഓൺ ട്രാൻസ്ബൗണ്ടറി മൂവ്മെൻറ്റ്സ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ്. അപകടകരമായ മാലിന്യങ്ങൾ അതിർത്തി കടന്നുള്ള നീക്കത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ. ബേസൽ കൺവെൻഷൻ ഓൺ ദ മാനേജ്മെന്റ് ഓഫ് ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ് ഹസാർഡ്സ് വേസ്റ്റ് ആൻഡ് ദിയർ ഡിസ്പോസൽ വാസ് അപ്രൂവ്ഡ് ഇൻ 1989. അപകടകരമായ മാലിന്യങ്ങളുടെ അതിർത്തി കടന്നുള്ള നീക്കങ്ങളുടെയും അവയുടെ സംസ്കരണത്തിൻ്റെയും മാനേജ്മെൻറ്റിനെയും കുറിച്ചുള്ള ബേസൽ കൺവെൻഷൻ 1989 ഈ ഒരു കരാർ ഒപ്പുവെച്ചത്. ഒന്നുകൂടി പറയാം, അപകടകരമായ മാലിന്യങ്ങളുടെ ബൗണ്ടറി കടന്നുള്ള നീക്കങ്ങളുടെയും അവയുടെ സംസ്കരണം, അവയുടെ ആ വേസ്റ്റ് സംസ്കരിക്കുന്നതിൻ്റെയും മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള കൺവെൻഷൻ 1989 അംഗീകരിക്കപ്പെട്ടത്. ഇറ്റ് കം ഇൻ ടു ഫോഴ്സ് ഇൻ മെയ് 1992. 1992 മെയ് മാസങ്ങളിൽ ഇത് പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ വേസ്റ്റ് പൊതുസ്ഥലങ്ങളിൽ എറിയുന്നത് തടയാൻ വേണ്ടി രൂപം കൊടുത്ത കൺവെൻഷനാണ്. 1989 ഇത് കൊണ്ടുവന്നതെങ്കിലും ഇത് പ്രാബല്യത്തിൽ വന്നത് 1992. 1992 ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത്. അതേപോലെ തന്നെ ലോക പാരിസ്ഥിതിക കരാർ അപകടകരമായ മാലിന്യങ്ങളുടെ അതിർത്തി കടന്നുള്ള നീക്കത്തെ കർശനമായി നിയന്ത്രിക്കുകയും അത്തരം മാലിന്യങ്ങൾ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും സംസ്കരിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ ഇതിലെ അംഗങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കരാർ അനുസരിച്ച് നമ്മൾ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാൻ പാടുന്നതല്ല. മാത്രമല്ല, ഈ മാലിന്യങ്ങൾ അപകടകരമല്ലാത്ത വിധത്തിൽ സംസ്കരിക്കുകയും അതേപോലെ തന്നെ അവ കൈകാര്യം ചെയ്യുകയും ചെയ്യണമെന്ന് ഈ കരാറിലെ അംഗങ്ങൾ നിർബന്ധമായും ഫോളോ ചെയ്യണമെന്നാണ് ഈ ഒരു കരാർ മുഖേന പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, പൊതുസ്ഥലങ്ങളിലൊന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. മാത്രമല്ല, നിക്ഷേപിച്ച മാലിന്യങ്ങൾ കത്തിക്കാനും പാടില്ല. കാരണം അത് പലതരത്തിലുള്ള ആരോഗ്യ
പ്രശ്നങ്ങൾക്കും കാരണമാകും. അപ്പോൾ മാലിന്യങ്ങൾ പരിസ്ഥിതിയിൽ വലിച്ചെറിയുന്നത് തടയാൻ വേണ്ടി നടപ്പാക്കിയ കരാറാണ് ബേസൽ കൺവെൻഷൻ ഓൺ ട്രാൻസ്ബൗണ്ടറി മൂവ്മെൻറ്റ് ഓഫ് ഹസാർഡ്സ് വേസ്റ്റ്. 1989 ഈ കരാർ കൊണ്ടുവന്നതെങ്കിലും ഇത് പ്രാബല്യത്തിൽ വന്നത് 1992 അടുത്തത് മൂന്നാമത്തെ കരാറിലേക്ക് കടക്കാം. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അതായത് ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ എന്താ? ജൈവ വൈവിധ്യം. അപ്പോൾ ആ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള കൺവെൻഷനാണ് മൂന്നാമത്തെ കരാറായ എൻവയോൺമെൻറ്റൽ എഗ്രിമെൻറ്റിലെ 3rd പോയിന്റ്സ് ആയിട്ട് നമ്മൾ പറയണത്. ശ്രദ്ധിച്ചോളൂ. The Convention on Biological Diversity was signed by over 150 governments at Rio Earth Summit in 1992. 1992 റിയോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിൽ 150-ലധികം സർക്കാരുകൾ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനിൽ ഒപ്പുവെച്ചു. അപ്പോൾ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺവെൻഷനിൽ എന്താ പറയണേ? 1992 റിയോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിലെ എർത്ത് സമ്മിറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഭൗമ ഉച്ചകോടിയിലെ 150-ലധികം സർക്കാരുകൾ, ഗവൺമെൻറ്റുകൾ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള ഒരു കൺവെൻഷനിൽ ഒപ്പുവെച്ചു. അങ്ങനെ പിന്നെ ആ കൺവെൻഷനിൽ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്? It became centerpiece of international effort to conserve the planet's biological diversity, assuring the continuous use of its components and facilitating fair and honest sharing of the information about the usage of genetic resources. അതായത് ഗ്രഹത്തിൻ്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ കേന്ദ്രബിന്ദുവായി ഇത് മാറി. അങ്ങനെ അതിൻ്റെ ഘടകങ്ങളുടെ തുടർച്ചയായ ഉപയോഗം ഉറപ്പാക്കുകയും ജനിതക വിഭവങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ന്യായമായും സത്യസന്ധമായും പങ്കിടുന്നത് സൗകര്യമൊരുക്കുകയും ചെയ്തു. അപ്പോൾ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ നടന്നത് 92 റിയോയിൽ വെച്ചാണ്. ആ 150ഓളം രാജ്യങ്ങളാണ് അതിൽ ഒപ്പുവെച്ചിരുന്നത്. മാത്രമല്ല ഗ്രഹത്തിൻ്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രദ്ധ ചെലുത്തുക എന്നതായിരുന്നു ഈ ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. അതേപോലെ തന്നെ അതിൻ്റെ ഘടകങ്ങളുടെ തുടർച്ചയായ ഉപയോഗം ഉറപ്പാക്കുകയും ജനിതക വിഭവങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ന്യായമായും സത്യസന്ധമായും പങ്കിടുന്നത് സൗകര്യമൊരുക്കുകയും ചെയ്തു. ഇനി നാലാമത്തെ കൺവെൻഷനാണ് 4th എഗ്രിമെൻറ്റ്. എൻവയോൺമെൻറ്റൽ എഗ്രിമെൻറ്റിലെ 4th ഈ എഗ്രിമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുട്ടികളെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്പർ ഓഫ് ദ മേജർ എൻവയോൺമെൻറ്റൽ എഗ്രിമെൻറ്റ്. അപ്പോൾ അതിലെ 4th പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ എന്നാണ് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഇൻ ജൂൺ 1992 150 സ്റ്റേറ്റ് സൈൻഡ് ദ UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അറ്റ് റിയോ എർത്ത് സമ്മിറ്റ്. 1992 ജൂണിൽ റിയോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിൽ 150 രാജ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള UN ഫ്രെയിംവർക്ക് കൺവെൻഷനിൽ ഒപ്പുവെച്ചു. 1992 ജൂണിൽ ഏകദേശം 150ഓളം സ്റ്റേറ്റുകൾ 150ഓളം രാജ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള UN ഫ്രെയിംവർക്ക് കൺവെൻഷനിൽ ഒപ്പുവെച്ചു. ഇതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നറിയപ്പെടുന്നത്. അങ്ങനെ ദ കൺവെൻഷൻ പ്രൊവൈഡ് ദ ഫ്രെയിംവർക്ക് within which government can work together to carry out new policies and program. അങ്ങനെ പുതിയ നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നതിന് സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയണമെന്ന് ഈ ഒരു കൺവെൻഷൻ്റെ ഫ്രെയിംവർക്ക് ഈ ഒരു കൺവെൻഷൻ ശുപാർശ ചെയ്തു.
അപ്പം എല്ലാവരും എങ്ങനെ പ്രവർത്തിക്കണമെന്ന നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നതിന് എല്ലാ ഗവൺമെൻറ്റും എല്ലാ രാജ്യത്തിൻ്റെയും ഗവൺമെൻറ്റുകളും കൂട്ടമായി പ്രവർത്തിക്കണം. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള കൺവെൻഷനിൽ പ്രധാനമായും ഒപ്പീനിയൻ ചെയ്തത് ഇതാണ്: എല്ലാ രാജ്യങ്ങളും കൂട്ടമായി പ്രവർത്തിക്കണം, എല്ലാ നയങ്ങളും പരിപാടികളും ഒരുമിച്ച് ചെയ്യണം എന്നതാണ് ഈ കൺവെൻഷൻ്റെ അജണ്ട. അതാണ് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. എന്നാണ് അത് രൂപം കൊണ്ടത്? 1990. കുട്ടികളെ, നിങ്ങൾ ഇതിലെ വർഷങ്ങളും അത് എവിടെയാണ്, എത്ര രാജ്യങ്ങളാണ് അതിൽ ഉൾക്കൊണ്ടത്, ആ കൺവെൻഷനിൽ ചേർന്നത്, അത്രയും നേരെ നോക്കി വെക്കണം കേട്ടോ. വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇയർ നന്നായി നോക്കണേ. അപ്പോൾ 1992 ജൂണിൽ 150ഓളം രാജ്യങ്ങൾ ചേർന്ന് ഒപ്പുവെച്ച എർത്ത് സമ്മിറ്റാണ് ഏത്? കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഭൗമ ഉച്ചകോടിയിൽ 150 രാജ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള UN ഫ്രെയിംവർക്ക് കൺവെൻഷനിൽ ഒപ്പുവെച്ചു. അതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അടുത്തത് 5ാമത്തെ പോയിന്റിലേക്ക്, നമുക്ക് 5th പോയിന്റിലേക്ക് കടക്കാം. കൊയോട്ടോ പ്രോട്ടോകോൾ ടു ദ യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക്. കൊയോട്ടോ പ്രോട്ടോകോൾ ടു ദ യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ക്യോട്ടോ പ്രോട്ടോകോൾ മുതൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ ചട്ടക്കൂട് കൺവെൻഷൻ. ഐക്യരാഷ്ട്രസഭ ആരാ? ഐക്യരാഷ്ട്രസഭ എല്ലാ ലോകരാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് കൊണ്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് നേഷൻ, ഐക്യരാഷ്ട്രസഭ എന്നറിയപ്പെടുന്നത്. എല്ലാ രാജ്യങ്ങളിലെയും പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കുക. ആ ഐക്യരാഷ്ട്രസഭയിൽ വെച്ചാണ് ഓരോ രാജ്യത്തിൻ്റെയും പ്രശ്നങ്ങൾ ഡിസ്കഷൻ നടത്തുക. ആ ഐക്യരാഷ്ട്രസഭയിൽ അംഗമാകണമെങ്കിൽ ഒരുപാട് ക്വാളിറ്റികൾ വേണം. നമ്മുടെ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളുടെ കൺവെൻഷനാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ക്യോട്ടോ പ്രോട്ടോകോൾ ടു ദ യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇതെന്നാണ് രൂപം കൊണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ദ ഡോക്യുമെൻ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫൈനൽ അഥനിക് ടെക്സ്റ്റ് ഓഫ് ദ ക്യോട്ടോ പ്രോട്ടോകോൾ ടു ദ യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞാൽ എന്താ? ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഫ്രെയിംവർക്ക് കൺവെൻഷനിലേക്കുള്ള ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ അന്തിമ ആധികാരിക പാഠമാണ് ഈ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള, ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞാൽ എന്താ? ആഗോള കാലാവസ്ഥാ വ്യതിയാനം. അപ്പോൾ ആഗോള ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഫ്രെയിംവർക്ക് കൺവെൻഷനിലേക്കുള്ള ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ആധികാരികമായ പാഠമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. And then the protocol has come into force with an objective of protecting the environment of the world from further deterioration. ലോകത്തിൻ്റെ പരിസ്ഥിതിയെ കൂടുതൽ വഷളാക്കുന്നതിൽ നിന്നും രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രോട്ടോകോൾ പ്രാബല്യത്തിൽ വന്നത്. ലോകത്തെ പരിസ്ഥിതിയെ കൂടുതൽ ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പരിസ്ഥിതി പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ പ്രാബല്യത്തിൽ വന്നത്. കഴിഞ്ഞ വർഷത്തെ പത്രത്തിലുണ്ടായിരുന്നു ഡൽഹിയിൽ പുക. ഈ മഞ്ഞ് സീസൺ ആയിരിക്കുമ്പോൾ പുകയും മഞ്ഞും കൂടിയും കലർന്നുകൊണ്ട് രാവിലെ ഒരു ഏകദേശം മോർണിംഗിൽ തുടങ്ങിയ മഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടും മഞ്ഞും പോയിരുന്നില്ല. അത് മഞ്ഞ് മാത്രമല്ല അവിടെ ഉള്ളത്, ഈ മാലിന്യം കലർന്ന പുകയും മഞ്ഞും കൂടിയും കലർന്നു കൊണ്ടുള്ളൊരു എത്രയോ ദിവസം സ്കൂളുകൾ അടച്ചിട്ടിരുന്നതായി ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് കണ്ടിരുന്നു. അപ്പം അത്തരത്തിലുള്ള പരിസ്ഥിതി കൂടുതൽ വഷളാകുന്നതിനെ തടയുന്നതിന് വേണ്ടി നടപ്പാക്കിയ ഒരു പ്രോട്ടോക്കോളാണ് ഏത്? ക്യോട്ടോ പ്രോട്ടോക്കോൾ യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത്. അപ്പം അതേപോലെ
നമ്മളുടെ കൊറോണ കാലഘട്ടത്തിൽ വാഹനങ്ങളൊന്നും പുറത്തിറങ്ങാതെയും ആളുകൾ പുറത്തിറങ്ങാതെയും ഇരുന്ന സമയത്ത് നമ്മളുടെ ഡൽഹിയുടെ ഒരു ചിത്രം പത്രത്തിൽ കാണുകയുണ്ടായി. വളരെ മനോഹരമായിട്ടുള്ളൊരു പിക്ചറാണ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് കലർന്ന വിഷമായിട്ടുള്ള ആ പുകയും മഞ്ഞും കലരുമ്പോൾ നമ്മുടെ പരിസ്ഥിതിക്ക് അത് വളരെയധികം പരിസ്ഥിതിയുടെ ഘടനയ്ക്ക് സ്ട്രക്ചറിന് അത് ഡേഞ്ചർ ആകും. അപ്പോൾ അത് പരമാവധി തടയുന്നതിനും അതേപോലെ തന്നെ നമ്മളുടെ ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയാം. 6ാമത്തെ പോയിന്റിലേക്ക് നമുക്കൊന്ന് കടക്കാം. കൺവെൻഷൻ ടു കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ. മരുഭൂമീകരണം ചെറുക്കുന്നതിനുള്ള കൺവെൻഷൻ. എന്താ മരുഭൂമീകരണം എന്ന് പറഞ്ഞാൽ? ഡിസർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പച്ച പുല്ല് പോലും ഇല്ലാത്ത അവസ്ഥ, വരണ്ട് ഉണങ്ങി അങ്ങനെ കിടക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുക? മരുഭൂമി എന്ന് പറയുക. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക? തടയാൻ വേണ്ടി നടപ്പാക്കിയ കരാറാണ് ഏത്? കൺവെൻഷൻ ഓഫ് കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ. മരുഭൂമീകരണം ചെറുക്കുന്നതിനുള്ള കൺവെൻഷൻ. കൺവെൻഷൻ ടു കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ. മരുഭൂമീകരണം പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള കൺവെൻഷൻ. ശ്രദ്ധിച്ചോളൂ. The convention to combat desertification help a new path to controlling dryland ecosystem and therefore the flow of aid for development in drought affected country, especially in Africa. മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനുള്ള കൺവെൻഷൻ വരണ്ട ഭൂമിയിലെ ആവാസ വ്യവസ്ഥകളെ നിയന്ത്രിക്കുന്നതിനും അതുവഴി ആഫ്രിക്കയിലെ വരൾച്ചാ ബാധിത രാജ്യങ്ങളെ വികസനത്തിനുള്ള സഹായ പ്രവാഹത്തിനും ഒരു പുതിയ പാത കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് ഇതിന് രൂപം കൊടുത്തത്? കൺവെൻഷൻ ടു കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ. ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പച്ചപ്പൊന്നുമില്ലാതെ ഉണങ്ങിക്കിടക്കുന്ന വരണ്ട ഭൂമികളെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കരാറാണ് ഏത്? വരണ്ട ആ ഭൂമി ഇല്ലാതാക്കി പച്ചപ്പുള്ള ഭൂമിയാക്കാൻ വേണ്ടി നടപ്പാക്കിയ ഒരു കരാറാണ് ഏത്? കൺവെൻഷൻ ടു കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ. ഇപ്പോൾ മരുഭൂമീകരണത്തെ ചെറുക്കുന്നതിനുള്ള കൺവെൻഷനാണിത്. വരണ്ട ഭൂമിയിലെ ആവാസ വ്യവസ്ഥകളെ നിയന്ത്രിക്കുന്നതിനും അതുവഴി ആഫ്രിക്കയിലെ വരൾച്ചാ ബാധിത രാജ്യങ്ങളെ വികസനത്തിലെ ആ രാജ്യങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യുന്നതിനൊക്കെ വേണ്ടി രൂപം കൊണ്ട കൺവെൻഷനാണ് ഏത്? കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ. അടുത്തതാണ് 7ാമത്തെ പോയിന്റിലേക്ക് കടക്കാം. കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ. എന്താ അങ്ങനെ പറഞ്ഞാൽ? സമുദ്ര നിയമത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ. കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ. സമുദ്ര നിയമത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ. 7ാമത്തെ കരാർ നമ്മളുടെ പാരിസ്ഥിതിക കരാറിൽ വരുന്ന എൻവയോൺമെൻ്റൽ അഗ്രിമെൻറ്റിൽ വരുന്ന 7ാമത്തെ കരാറാണ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ. സമുദ്ര നിയമത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ. ദ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ systematizes the principles by which nation use the ocean of the world. ലോക സമുദ്രങ്ങൾ ഉപയോഗിക്കുന്ന തത്വങ്ങൾ ഐക്യരാഷ്ട്ര സഭയുടെ സമുദ്ര നിയമ കൺവെൻഷനിൽ ചിട്ടപ്പെടുത്തുന്നു. ഇപ്പോൾ ലോക സമുദ്രങ്ങൾ ഉപയോഗിക്കുന്ന തത്വങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ സമുദ്ര നിയമ കൺവെൻഷനിൽ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ചിട്ടപ്പെടുത്തുന്നു. The links between the nation are controlled by the Independent Council on Ocean Law, which is a broad collection of documents regarding the law as well as linked to the text of the convention. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിയന്ത്രിക്കുന്നത് സ്വതന്ത്ര സമുദ്ര നിയമ കൗൺസിലാണ്. നമുക്കറിയാം, നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നത് ആദ്യകാലങ്ങളിലൊക്കെ കപ്പൽ മാർഗം വഴിയായിരുന്നു. ഇപ്പോഴാണ് വിമാനമൊക്കെ ഉണ്ടായത്. അതിന് മുന്നേയും നൂറ്റാണ്ടുകൾക്ക് മുന്നേയും നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിപ്പെട്ടിരുന്നത് ദിവസങ്ങളോളം കപ്പലിൽ യാത്ര ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിയന്ത്രിക്കുന്നത് ഏത് നിയമം വഴിയാണ്? സ്വതന്ത്ര സമുദ്ര നിയമ കൗൺസിലാണ്. The link between the nation are controlled by the Independent Council on Ocean Law.
രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിയന്ത്രിക്കുന്നത് സ്വതന്ത്ര സമുദ്ര നിയമ കൗൺസിലാണ്. which is a broad collection of documents regarding the law as well as linked to the text of the convention. ഇത് നിയമത്തെക്കുറിച്ചുള്ള രേഖകളുടെയും കൺവെൻഷൻ്റെ വാചകത്തിലേക്കുള്ള ലിങ്കുകളുടെയും വിശാലമായ ഒരു ശേഖരമാണ്. അപ്പോൾ ഈ നിയമത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്, സമുദ്ര നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഏത് കരാറിലൂടെയാണ്? കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ. കൺവെൻഷൻ ഓഫ് ദ ലോ ഓഫ് ദ സീ, അതായത് സമുദ്ര നിയമത്തെക്കുറിച്ചുള്ള കൺവെൻഷനിലൂടെയാണ് നമ്മൾ എന്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? സമുദ്ര നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. 8ാമത്തെ പോയിന്റാണ്, ശ്രദ്ധിച്ചോളൂ. മോൺട്രിയൽ പ്രോട്ടോകോൾ ഓൺ സബ്സിസ്റ്റൻസ് ദാറ്റ് ഡിപ്ലീറ്റ് ദ ഓസോൺ ലെയർ, അതായത് ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള മോൺട്രിയൽ പ്രോട്ടോകോൾ ഓൺ സബ്സിസ്റ്റൻസ് ദാറ്റ് ഡിപ്ലീറ്റ് ദ ഓസോൺ ലെയർ, ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള മോൺട്രിയൽ പ്രോട്ടോകോൾ. നമുക്കറിയാം, ഈ നമ്മുടെ ലോകത്തെ, അങ്ങനെ തന്നെ പറയാം, നമ്മുടെ ഭൂമിയെ, ലോകമല്ല ഭൂമിയെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു പാളി, നമുക്കൊരു ലെയർ നമുക്കുണ്ട്. ആ ലെയറാണ് ഓസോൺ എന്ന് പറയുന്നത്. ആ ലെയറിന് ഇപ്പോഴത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണം ഹോള് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഹോള് സംഭവിക്കുമ്പോൾ ആ ഹോളിലൂടെ, ആ സുഷിരത്തിലൂടെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുകയും അത് പലതരത്തിലുള്ള അസുഖങ്ങൾക്കും അതേപോലെ തന്നെ പല പ്രശ്നങ്ങൾക്കും കാരണമാകും. അപ്പോൾ ഈ ഓസോൺ ലെയറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപ്പാക്കിയ എഗ്രിമെൻ്റാണ് ഏത്? മോൺട്രിയൽ പ്രോട്ടോകോൾ ഓൺ സബ്സിസ്റ്റൻസ് ദാറ്റ് ഡിപ്ലീറ്റ് ദ ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള മോൺട്രിയൽ പ്രോട്ടോകോൾ. The Montreal Protocol is the primary international agreement for the management of the production and consumption of the ozone-depleting substances like chlorofluorocarbon, halogens and methyl bromide, etc. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ക്ലോറോ കാർബൺ അഥവാ CFC എന്ന് പറയും. CFC ക്ലോറോ കാർബൺ. CFC എന്ന് പറയുന്നത് ഏതാണ്? ക്ലോറോ കാർബൺ. അതെന്തിന് കാരണമാകുന്നതാണ്? ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന ക്ലോറോ കാർബണുകൾ. അതേപോലെ പിന്നെ ഏതാണ് അടുത്തത്? നോക്കൂ, ഹാലോൺസ് ആൻഡ് മിത്തൽ ബ്രോമിഡ്. അതേപോലെ തന്നെ ആലോണുകളെ, മീത്തൈലെ തുടങ്ങിയ വസ്തുക്കളുടെ ഉൽപാദനവും ഉപഭോഗവും കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാഥമിക അന്താരാഷ്ട്ര കരാറാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പോൾ ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ അന്തരീക്ഷത്തിലേക്ക് കലരുന്ന ക്ലോറോ കാർബണേയും പിന്നെ പിന്നെ ഹാലോൺസിനെയും മിത്തൽ ബ്രോമിഡിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നടപ്പാക്കിയിട്ടുള്ള ഒരു കരാറാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഓൺ സബ്സിസ്റ്റൻസ് ദാറ്റ് ഡിപ്ലീറ്റ് ദ ഓസോൺ ലെയർ. അതായത് ഈ ഒരു കരാറ് മുഖേന ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള മോൺട്രിയൽ പ്രോട്ടോകോൾ കരാറ് എന്ന് പറയുന്നത്. ഈ കരാറ് മുഖേന എന്തിനൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ക്ലോറോ കാർബണേയും പിന്നെ എന്തിനെയാണ് കൺട്രോൾ ചെയ്യുക? ഹാലോൺസിനെയും മിത്തൽ ബ്രോമിഡിനെയും ഒക്കെയാണ് ഈ ഒരു കരാർ മുഖേന കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല 2003 നവംബർ വരെയാണ് 2003 നവംബർ വരെ 183 രാജ്യങ്ങളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. മാത്രം പിന്നെന്താ പറയുന്നത്? വ്യാവസായിക രാജ്യങ്ങളും മിക്ക വികസ്വര രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ സബ്സിസ്റ്റൻസ് ദാറ്റ് ഡിപ്ലീറ്റ് ദ ഓസോൺ ലെയർ, അതായത് നമുക്കറിയാം ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2003 ഏകദേശം 180-ലധികം രാജ്യങ്ങൾ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. വികസിതവും
വികസിതം എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ആയ രാജ്യങ്ങളാണ്. അപ്പോൾ ഡെവലപ്ഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രി, വികസിതവും വികസിക്കാൻ പോകുന്നതുമായ രാജ്യങ്ങളൊക്കെ ഈ ഒരു പ്രോട്ടോക്കോളിൽ, ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ കരാറിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്ലോറോ കാർബണേയും ഹാലോൺസിനെയും മിത്തൽ ബ്രോമിഡിനെയും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കരാറ് നടപ്പാക്കിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്, ശ്രദ്ധിച്ചോളൂ. എന്താ നോക്കൂ, സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. എന്താണ് സുസ്ഥിര കമ്മ്യൂണിറ്റി വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 6 പോയിന്റ് ആണുള്ളത്. പക്ഷെ പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. സുസ്ഥിര വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതായത് അതിൽ ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോളൂ, ക്രിയേറ്റ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ ഓൺ സസ്റ്റൈനബിലിറ്റി. സുസ്ഥിരത്തെക്കുറിച്ചുള്ള അവബോധവും വിദ്യാഭ്യാസവും സൃഷ്ടിക്കുക. ക്രിയേറ്റ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ ഓൺ സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരത്തെക്കുറിച്ചുള്ള അവബോധവും വിദ്യാഭ്യാസവും സൃഷ്ടിക്കുക. കൺസേർവ് ഗ്രീൻ സ്പേസ്, ഹരിത ഇടം സംരക്ഷിക്കുക. ഗ്രീൻ സ്പേസ് പറഞ്ഞാൽ എന്താ? പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ സംരക്ഷിക്കുക. തേർഡ് പോയിന്റ് ആണ് കൺസേർവ് അവർ വാട്ടർ റിസോഴ്സ്, നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക. ഫോർത്ത് പോയിന്റ് ആണ് സപ്പോർട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, സുസ്ഥിരമായ കൃഷിയെ പിന്തുണയ്ക്കുക. റീസൈക്കിൾഡ് ബിൽഡിംഗ് മെറ്റീരിയൽ, നിർമ്മാണ സാമഗ്രികൾ പുനരുദ്ധാരണം ചെയ്യുക. റീസൈക്കിൾഡ് ബിൽഡിംഗ് മെറ്റീരിയൽ, അതായത് നിർമ്മാണ സാധനങ്ങൾ എന്ത് ചെയ്യാനാ? പുനരുപയോഗം ചെയ്യുക. കൺസേർവ് എനർജി ആൻഡ് സപ്പോർട്ട് റിന്യൂവബിൾ എനർജി ഇനിഷ്യേറ്റീവ്, ഊർജം സംരക്ഷിക്കുകയും പുനരുപയോഗ ഊർജ സംരംഭങ്ങളെ പിന്തുണയ്ക്കുക. ഊർജ സംരക്ഷിക്കുകയും അതേപോലെ തന്നെ പുനരുപയോഗ ഊർജ സംരക്ഷണങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുക. ഇങ്ങനെ 6 പോയിന്റ്സ് ആണ് ഏതിൽ പറയുന്നത്? സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കുകളിൽ ഇത് കുട്ടികളെ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എൻവയോൺമെൻറ്റൽ എഗ്രിമെൻറ്റ്, പാരിസ്ഥിതിക എഗ്രിമെൻറ്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 8 പോയിന്റും വെക്കണം. അതേപോലെ തന്നെ എന്നാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എത്ര രാജ്യങ്ങളാണ് അതിൽ സൈൻ ചെയ്തത്, എന്താണ് അതിൻ്റെ ലക്ഷ്യം, അതെന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് നന്നായി മനസ്സിലാക്കിയിട്ട് ഈ പ്രധാനപ്പെട്ട ഈ പോയിന്റ്സുകളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ക്രിയേഷൻ ഓഫ് ലോങ് ടേം ജോബ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ലിവ്ലിഹുഡ് ഓപ്ഷൻ. അതായത് ഇവിടെ ക്രിയേഷൻ ഓഫ് ലോങ് ടേം ജോബ്, ദീർഘകാലത്തേക്കുള്ള ഒരു ജീവനോപാധിയായിട്ട് തൊഴിലവസരങ്ങൾ നൽകുന്നതിനെ കുറിച്ചാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. ക്രിയേഷൻ ഓഫ് ലോങ് ടേം ജോബ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ലിവ്ലിഹുഡ് ഓപ്ഷൻ. ജീവനോപാധി കണ്ടെത്തുന്നതിനും ദീർഘകാലത്തേക്കുള്ള തൊഴിലവസരങ്ങൾക്ക് രൂപം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നത്. അവിടെ ശ്രദ്ധിച്ചു നോക്കൂ, എന്താണ് ഈ ടോപ്പിക്കിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. Whereas livelihood and the accessible means of employment opportunity are significant issue even in normal times, but these turn into more compelling needs after natural or man-made disasters. അതായത് സാധാരണ സമയങ്ങളിൽ പോലും ഉപജീവന മാർഗവും തൊഴിലവസരങ്ങളും ലഭ്യമാക്കുന്നതും പ്രധാന പ്രശ്നങ്ങളാണെങ്കിലും പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങൾക്ക് ശേഷം ഇവ കൂടുതൽ നിർബന്ധം ആവശ്യമായി മാറുന്നു. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? Whereas livelihood and the accessible means of employment opportunity are significant issue. സാധാരണ സാഹചര്യങ്ങളിൽ പോലും ലിവ്ലിഹുഡ് പറഞ്ഞാൽ ഉപജീവന മാർഗം കണ്ടെത്തുക എന്നത്, ഉപജീവന മാർഗവും തൊഴിലവസരങ്ങളും ലഭ്യമാക്കുക എന്നത് വളരെ ഒരു ഇഷ്യൂ ആണ്, പ്രശ്നമായ കാര്യമാണെങ്കിലും എന്നാൽ പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങൾക്ക് ശേഷം ഇവ കൂടുതൽ നിർബന്ധമായ ആവശ്യമായി മാറുന്നു. ഒരു സാധാരണ കേസിൽ, ഒരു സാധാരണ നോർമൽ സിറ്റുവേഷനിൽ തന്നെ ജീവനോപാധിയും തൊഴിലവസരങ്ങളും കണ്ടെത്തുക എന്നത് വളരെ ഒരു ഇഷ്യൂ ആണ്.
അപ്പോൾ പിന്നെ പ്രകൃതി ദുരന്തങ്ങളും അതേപോലെ തന്നെ നാച്ചുറലായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും മനുഷ്യനിർമ്മിതമോ പ്രകൃതിദത്തമോ ആയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അത്തരം ദുരന്തങ്ങൾക്ക് ശേഷം ഒരു നിർബന്ധമായ ആവശ്യമായി മാറുകയാണ് ഏത് തൊഴിൽ എന്ന് പറയുന്നത്. Even in normal time, but this turn into more compelling needs after natural or man-made disaster. ഒരു എന്താ പറയുന്നത്, സാധാരണ സമയങ്ങളിൽ പോലും ഉപജീവന മാർഗവും തൊഴിലവസരവും ലഭ്യമാക്കുന്നത് പ്രധാന പ്രശ്നമാണ്. പക്ഷെ പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങൾക്ക് ശേഷം ഇവ കൂടുതൽ നിർബന്ധിത ആവശ്യമായി മാറുന്നു എന്നതാണ് ഏതിന്റെ അർത്ഥം, ഉപജീവന മാർഗത്തിന്റെ അർത്ഥം. അപ്പോൾ ലിവ്ലിഹുഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? whereas livelihood and accessible means of employment opportunity are significant issue even in normal time. ഒരു നോർമൽ സിറ്റുവേഷനിൽ തന്നെ നമുക്കൊരു തൊഴിലവസരം നേടുക എന്നതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ വല്ല നാച്ചുറൽ കലാമിറ്റികളും മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തൊഴിലവസരം എന്ന് പറയുന്നത് വളരെ നിർബന്ധമായ ഒന്നായി മാറുന്നു. അതുകൊണ്ട് തന്നെ the meaning of livelihood is presence of employment, work opportunity or occupation as a means of hold. This type of support refers to physical sustenance of individual families and household. അതുകൊണ്ട് തന്നെ പിന്നെ എന്താ അവിടെ പറയുന്നത്, പിന്നെ നമുക്കറിയാം, കൂടാതെ നിർബന്ധിത ആവശ്യമായി മാറുകയാണ് ചെയ്യുന്നത്. ഉപജീവന മാർഗത്തിന്റെ അർത്ഥം തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കൈവവകാശ മാർഗമായി തൊഴിൽ എന്നിവയുടെ സാന്നിധ്യമാണ് ഇത്തരത്തിലുള്ള ഇങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ the meaning of livelihood, presence of employment, work opportunity, ജീവനോപാധി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റികളും ഒക്യുപ്പേഷനും നേടിയെടുക്കുക എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലീവ്ലിഹുഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ലീവ്ലിഹുഡ് എന്നതുകൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് the meaning of livelihood is presence of employment, work opportunity or occupation as a means of hold. This type of support refers to physical sustenance of individual families and household. അതായത് പിന്നെന്താ അവിടെ പറയുന്നത്? ഉപജീവന മാർഗം എന്നതിന്റെ അർത്ഥം തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ ഒരു അവകാശ മാർഗമായി തൊഴിൽ എന്നിവയുടെ സാന്നിധ്യമാണ്. ഈ തരത്തിലുള്ള പിന്തുണ വ്യക്തികളുടെ കുടുംബങ്ങളുടെയും ഭൗതിക ഉപജീവനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഓരോ വ്യക്തികളുടെയും ഫിസിക്കൽ സബ്സ്റ്റൻസിനെ, ഭൗതിക ഉപജീവനത്തെ എന്ത് സൂചിപ്പിക്കുന്നുണ്ട്? അവർക്ക് തൊഴിൽ നൽകുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ അവർക്ക് നൽകുക എന്നതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലീവ്ലിഹുഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ലീവ്ലിഹുഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്ത മേഖലയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് അവർക്ക് ജീവിക്കാനുള്ള മാർഗം അഥവാ ഉപജീവനത്തിനുള്ള മാർഗം നൽകപ്പെടുക എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലീവ്ലിഹുഡ് ഓപ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലീവ്ലിഹുഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലീവ്ലിഹുഡ് ഓപ്ഷൻ. അടുത്ത ഹെഡിങ് ആണ് ഇന്റർനാഷണൽ അപ്രോച്ചസ് ടു ലീവ്ലിഹുഡ്. എന്താണ്? അന്താരാഷ്ട്ര ഉപജീവന മാർഗത്തിനുള്ള അന്താരാഷ്ട്ര സമീപനങ്ങൾ. ഇന്റർനാഷണൽ അപ്രോച്ചസ് ടു ലീവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപജീവന മാർഗത്തിനുള്ള അന്താരാഷ്ട്ര സമീപനം. ഉപജീവന മാർഗത്തിനുള്ള അന്താരാഷ്ട്ര സമീപനത്തെ രണ്ട് രീതിയിലാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ് ആണ് as an analytical tool applying a sustainable livelihood lens as a part of policy formation and as program planning process. അതായത് ഒരു വിശകലന ടൂൾസ് എന്ന നിലയിൽ നയരൂപീകരണത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ പരിപാടി ആസൂത്രണത്തിന്റെ പ്രക്രിയയായോ ഉപജീവന മാർഗം പ്രയോഗിക്കുക. ഇവിടെ ലീവ്ലിഹുഡ് അപ്രോച്ചസ് ആയി ഇന്റർനാഷണൽ സമീപനം എങ്ങനെയാണ്? ലീവ്ലിഹുഡിന്റെ ഇന്റർനാഷണൽ സമീപനം എന്ന് പറയുന്നത് എങ്ങനെ വേണമെന്നാ പറയുന്നത്? ആസ് ആൻ അനലിറ്റിക്കൽ ടൂൾ അപ്ലൈയിങ് സസ്റ്റൈനബിൾ ലീവ്ലിഹുഡ് ലെൻസ് ആസ് പാർട്ട് ഓഫ് പോളിസി ഫോർമേഷൻ ആസ് എ പ്രോഗ്രാം പ്ലാനിംഗ് പ്രോസസ്. നയങ്ങളും
പ്രോഗ്രാമുകളും ആസൂത്രണം ചെയ്യുക എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്റർനാഷണൽ അപ്രോച്ച് ടു ലിവ്ലിഹുഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള പോളിസികളും പ്രോഗ്രാമുകളും നടപ്പാക്കുന്നത് വഴി ഒരു പരിധി വരെ നമുക്ക് ഉപജീവന മാർഗം കണ്ടെത്താം എന്നാണ് ഇന്റർനാഷണൽ അപ്രോച്ചിൽ പറയുന്നത്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താ? The manner in which the approach to sustainable livelihood is used for the design and implementation of sustainable livelihood program. അതായത് രണ്ടാമത്തെ പോയിന്റിലൂടെ പറയുന്നു, സുസ്ഥിര ഉപജീവന മാർഗ പദ്ധതികളുടെ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ സുസ്ഥിര ഉപജീവന മാർഗം സമീപനം ഉപയോഗിക്കുന്ന രീതി. ഈ സാഹചര്യത്തിൽ സുസ്ഥിര ഉപജീവന മാർഗ സംരംഭങ്ങൾ വ്യത്യസ്തമായ പരിപാടികളുടെ ഇടപെടലുകളിലൂടെയുമാണ്. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ലിവ്ലിഹുഡ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുക എന്നതാണ് ഇന്റർനാഷണൽ അപ്രോച്ചസിന്റെ രണ്ടാമത്തെ അപ്രോച്ച്. ഒരു സുസ്ഥിരമായ ഉപജീവന പ്രോഗ്രാം ഡിസൈൻ ചെയ്യുക, ഇംപ്ലിമെന്റേഷൻ നടത്തുക. ഒരു സുസ്ഥിരമായിട്ടുള്ള ഉപജീവന പ്രോഗ്രാമിന് അവ നേതൃത്വം കൊടുക്കുകയും രൂപം കൊടുക്കുകയും ചെയ്യുക എന്നതാണ് സസ്റ്റൈനബിൾ ലിവ്ലിഹുഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ രണ്ടു കാര്യങ്ങളുമാണ് ഇന്റർനാഷണൽ അപ്രോച്ചസ് ടു ലിവ്ലിഹുഡിൽ വ്യക്തമാക്കുന്നത്. പോളിസികളും ഫോർമേഷൻസും പ്രോഗ്രാമുകളും പ്ലാനിംഗ് പ്രോസസ്സും നൽകുക, ഒരു സുസ്ഥിരമായിട്ടുള്ള ഉപജീവന പ്രോഗ്രാമിന് രൂപം കൊടുക്കുക. ഇത് രണ്ടുമാണ് ഇന്റർനാഷണൽ അപ്രോച്ചസ് ടു ലിവ്ലിഹുഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ രണ്ട് പോയിന്റുകളാണ് ഇതിൽ പറയുന്നത്. അടുത്ത എന്തൊക്കെയെന്ന് നമുക്ക് അടുത്ത ടോപ്പിക്കിലൂടെ മനസ്സിലാക്കാം. ഓക്കെ ഹൈ സ്റ്റുഡൻറ്, അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്, ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഫോർ മെയിൻ സ്ട്രീമിംഗ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. അതായത് ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുന്നതിനു വേണ്ടി ചില സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഭരണഘടനയിൽ ഉറപ്പാക്കുന്ന ചില സെക്ഷൻസുകളാണ് ഇവിടെ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്ക്. കാരണം ഒരുപാട് സെക്ഷൻ നമുക്കതിൽ പഠിക്കാനുണ്ട്. ഏകദേശം 18 സെക്ഷൻ പഠിക്കാനുണ്ട്. ആ 18 സെക്ഷൻസും ഏതിൽ പെട്ടതാണ്, ഏതൊക്കെ ഇതിൽ വരുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളും കൂടി മനസ്സിലാക്കാണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്ക്. അതുകൊണ്ട് ശ്രദ്ധിക്കൂ. എന്താണ്? ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നിയമസാധുതകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിൽ നമുക്ക് ഓരോ സെക്ഷനും, ഇപ്പം ഈ ഒരു ടോപ്പിക്കിൽ ഞാനിവിടെ 7 പോയിന്റ്സ് ആണ് എഴുതിയിട്ടിട്ടുള്ളത്. ഇനി നമ്മൾക്കതിൽ 11 പോയിന്റ്സും കൂടി എഴുതി പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഫോർ മെയിൻ സ്ട്രീമിംഗ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. അതായത് നമുക്ക് ദുരന്തങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകളെ കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അതിൽ The following are the statutory provisions incorporated in the Disaster Management Act 2005 for mainstreaming disaster risk reduction or DRR. ദുരന്ത നിവാരണ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദുരന്ത വ്യവസ്ഥ കുറയ്ക്കാൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നിയമപരമായ വ്യവസ്ഥകൾ. അപ്പോൾ ദുരന്തം കുറയ്ക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട നിയമപരമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ, നിയമപരമായിട്ടുള്ള വ്യവസ്ഥകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നന്നായിട്ട് ഈ 18 പ്രൊവിഷൻസും വ്യവസ്ഥകളും നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ വ്യവസ്ഥ എന്താ നോക്കാം. ഫസ്റ്റ് സെക്ഷൻ 6I, അതായത് സെക്ഷൻ 6 ബ്രാക്കറ്റിൽ I provides that the NDMA may take such other measures for the prevention of disaster or the mitigation or preparedness and capacity building for dealing with the threatening disaster situation or disaster as it may consider necessary. അതായത് ഇവിടെ ഈ ഫസ്റ്റ് പോയിന്റിൽ, ഒന്നാമത്തെ പോയിന്റിൽ സെക്ഷൻ 6I എന്താണ് പറയുന്നത്?
സെക്ഷൻ 6I പ്രൊവൈഡ്സ് ദാറ്റ്, അതായത് സെക്ഷൻ 6I വ്യവസ്ഥ ചെയ്യുന്നു. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ദുരന്തം തടയുന്നതിനോ ഭീഷണിപ്പെടുത്തുന്ന ദുരന്ത സാഹചര്യമോ ദുരന്തം കൈകാര്യം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പ് ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്ക് വേണ്ടി NDMA ആവശ്യമെന്ന് കരുതുന്ന മറ്റ് നടപടികൾ സ്വീകരിക്കാം. ഈ NDMA എന്തൊക്കെ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്തൊക്കെ മുൻകരുതൽ പറയുന്നുണ്ടോ അതൊക്കെ സ്വീകരിക്കാം എന്നാണ് സെക്ഷൻ 6I വ്യവസ്ഥ ചെയ്യുന്നത്. സെക്ഷൻ 6I പ്രൊവൈഡ്സ് ദാറ്റ് the NDMA may take such other measures for the prevention of disaster or the mitigation, ദുരന്തം തടയുന്നതിനും അതിൻ്റെ ശേഷി ദുരന്തം തടയുന്നതിനും അതിൻ്റെ പിന്നെന്താ പറയുന്നത് പ്രിപ്പയർനെസ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ഡീലിംഗ് വിത്ത് ദ ത്രറ്റനിങ് ഡിസാസ്റ്റർ സിറ്റുവേഷൻ, ഭീഷണിപ്പെടുത്തുന്ന ദുരന്ത സാഹചര്യമോ ദുരന്തം കൈകാര്യം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പ് ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്ക് വേണ്ടി NDMA അഥവാ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആവശ്യമെന്ന് കരുതുന്ന മറ്റ് നടപടികൾ സ്വീകരിക്കാമെന്നാണ് സെക്ഷൻ 6I പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ദുരന്തം ഒഴിവാക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള NDMA പറയുന്ന ഏത് തരത്തിലുള്ള രീതികളും കൈക്കൊള്ളണം എന്നാണ് സെക്ഷൻ 6I പറയുന്നത്. ഇപ്പൊ സെക്ഷൻ 6I പ്രൊവൈഡ്സ് ദാറ്റ് NDMA take the such other measures for the prevention of disaster or the mitigation or preparedness and capacity building for dealing with the threatening disaster situation or disaster as it may consider necessary. അതായത് ദുരന്തം തടയുന്നതിനോ ഭീഷണിപ്പെടുത്തുന്ന ദുരന്ത സാഹചര്യമോ ദുരന്തം കൈകാര്യം ചെയ്യുന്നതിനോ ഉള്ള തയ്യാറെടുപ്പ് ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്ക് വേണ്ടി NDMA പറഞ്ഞാൽ ഏതാ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആവശ്യമെന്ന് കരുതുന്ന നടപടികൾ സ്വീകരിക്കാം. അപ്പൊ ഈ NDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പറയുന്ന എല്ലാ നടപടികളും സെക്ഷൻ 6I പ്രകാരമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റിലേക്ക് നോക്കാം. സെക്ഷൻ 18(2)(g). സെക്ഷൻ 18(2)(g). സെക്ഷൻ 18(2)(g) എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. സെക്ഷൻ 18(2)(g) പ്രൊവൈഡ്സ് ദാറ്റ് ദ FDMA may review the development plan of the different department of the state and ensure the prevention and mitigation measures are integrated therein. സെക്ഷൻ 18(2)(g) പ്രൊവൈഡ് ചെയ്യുന്ന FDMA സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്നാ പറയാ. NDMA പറഞ്ഞാൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റും FDMA പറഞ്ഞാൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് റിവ്യൂ നൽകുന്ന ഡെവലപ്മെന്റ് പ്ലാൻ ഓഫ് ഡിഫറന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റിലെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾക്ക് വികസന പ്ലാനുകളും എന്തിനു വേണ്ടിയിട്ടാ എൻഷുർ ദാറ്റ് പ്രിവെന്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സ് ആർ ഇന്റഗ്രേറ്റഡ് തെറൈൻ. അതായത് സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ വികസന പദ്ധതികൾ അവലോകനം ചെയ്യുമെന്നും പ്രതിരോധ ലഘൂകരണ നടപടികൾ അവയിൽ സംയോജിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോ സെക്ഷൻ 18(2)(g) പ്രൊവൈഡ് ചെയ്യുന്നത് ഏതിനെ ബേസ് ചെയ്തുകൊണ്ട് FDMA. അപ്പോൾ ഈ സെക്ഷൻ 18(2)(g) പ്രൊവൈഡ് ദാറ്റ് FDMA പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പൊ ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വഴി എന്താണ് അവലോകനം ചെയ്യുന്നത്? ഏത് രീതിയിൽ
ഡിസാസ്റ്ററിനെ കുറയ്ക്കാമെന്നും ഏതൊക്കെ രീതിയിലുള്ള വികസന പദ്ധതികൾക്കാണ് രൂപം കൊടുക്കേണ്ടത് എന്നും ഏതൊക്കെ രീതിയിൽ അതിന്റെ വ്യാപ്തി കുറയ്ക്കാമെന്നും ഒക്കെയാണ് ഏതിലൂടെ വ്യക്തമാക്കുന്നത്, FDMAയിലൂടെ വ്യക്തമാക്കുന്നത്. ഇപ്പൊ FDMA പറഞ്ഞാൽ ഏതാ? സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്. അപ്പൊ ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഏത് സെക്ഷനിലാ വരിക? സെക്ഷൻ 18(2)G. സെക്ഷൻ 18(2)G പ്രകാരമാണ് ഏത് വരുന്നത്? FDMA വരുന്നത്. അത് പ്രകാരം എന്താ പറയുന്നത്? ഡെവലപ്മെന്റ് പ്ലാൻ ഓഫ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ്. വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിൽ വികസന പദ്ധതികൾ രൂപം കൊടുക്കുന്നതിനും അതേപോലെ തന്നെ പിന്നെ എന്ത് ഉറപ്പ് നൽകുന്നു? ആൻഡ് എൻഷുർ ദാറ്റ് പ്രിവെന്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സ്. പ്രിവെന്റേഷനെയും മിറ്റിഗേഷനെയും ഒരു ഇന്റഗ്രേറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പദ്ധതിക്കാണ് ഏത് രൂപം കൊടുക്കുന്നത്? FDMA രൂപം കൊടുക്കുന്നത്. അടുത്തതാണ് സെക്ഷൻ 22(2)B. സെക്ഷൻ 22(2)B എന്താണ് സെക്ഷൻ 22(2)B പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്നത്? നോക്കൂ. സെക്ഷൻ 22(2)B പ്രൊവൈഡ്സ് ദാറ്റ് ദ FEC may examine the vulnerability of different parts of state to different forms of disasters and specify measures to be taken for their prevention or mitigation. സെക്ഷൻ 22(2)B പ്രൊവൈഡ് ചെയ്യുന്നു. സെക്ഷൻ 22(2)B പ്രകാരം ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? FECനെ. അപ്പൊ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണോ? സെക്ഷൻ 6I ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാ? NDMA. സെക്ഷൻ 18(2)G ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാ? FDMA. സെക്ഷൻ 22(2)B ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാ? FECA. സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് FEC. അപ്പോ സെക്ഷൻ 22(2)B പ്രൊവൈഡ്സ് ദാറ്റ് FEC may examine the vulnerability of different parts of state to different forms of disasters. അതായത് ഇവിടെ എന്താ പറയുന്നത്? FEC സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വ്യത്യസ്ത തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ ഏത് പരിശോധിക്കുന്നുണ്ട്? FEC പരിശോധിക്കണമെന്നും അവ തടയുന്നതിനോ ലഘൂകരിക്കുന്നതിനോ സ്വീകരിക്കേണ്ട നടപടികൾ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോ FEC എന്ത് പരിശോധിക്കണം എന്നാ പറയുന്നത്? സെക്ഷൻ 22(2)B പ്രൊവൈഡ്സ് ദാറ്റ് ദ FEC may examine vulnerability ദുർബല പ്രദേശങ്ങൾ, vulnerability of different parts of state, different forms of disasters. അതായത് വ്യത്യസ്ത ദുർബല പ്രദേശങ്ങളെയും വ്യത്യസ്ത ദുരന്തങ്ങളെയും അവിടെ എക്സാമിൻ ചെയ്യേണ്ടത് ആരാണ്? ഏത് ഏജൻസിയാണ്? FEC ആണ് ചെയ്യേണ്ടത് എന്നാണ് ഏത് സെക്ഷൻ പ്രകാരം പറയുന്നത്? സെക്ഷൻ 22(2)B പ്രകാരം വ്യവസ്ഥ ചെയ്യുന്നത്. സെക്ഷൻ 22(2)B പ്രൊവൈഡ് സെക്ഷൻ 22(2)B പ്രൊവൈഡ് ചെയ്യുന്നു ദാറ്റ് FEC എക്സാമിൻ FEC പരിശോധിക്കണം എന്ത്? vulnerability of different parts of state to different forms of disasters. വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളെയും അതേപോലെ തന്നെ ആ ദുരന്തത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് ആര് പരിശോധിക്കണം? FEC പരിശോധിക്കണം എന്നാണ് സെക്ഷൻ 22(2)B വ്യവസ്ഥ ചെയ്യുന്നത്. അടുത്ത വ്യവസ്ഥ ഏതാ നോക്കിക്കോളൂ. സെക്ഷൻ 23(4) സെക്ഷൻ 23(4)B. സെക്ഷൻ 23(4)B. Section 23(4)B provides that the state plan shall include measures to be adopted for
പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ്. എല്ലാ സംസ്ഥാനങ്ങളും ദുരന്തം തടയുന്നതിനു വേണ്ട മുൻകരുതൽ നടപടികളും അതേപോലെ തന്നെ അതിൻ്റെ ലഘൂകരണ പദ്ധതികളും സ്വീകരിക്കേണ്ടതാണ്. സെക്ഷൻ 23(4)(b) provides. Section 23(4)(b) provides that the state plan shall include, എല്ലാ സംസ്ഥാനങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം എന്നാ പറയണത്, measures to be adopted for prevention and mitigation of disasters. ദുരന്തം തടയുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് ഏത് സെക്ഷൻ പറയുന്നത്? സെക്ഷൻ 23(4)(b) പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് അഞ്ചാമത്തതാണ് സെക്ഷൻ 23(4)(c). സെക്ഷൻ 23(4)(c) എന്താണ് സെക്ഷൻ 23(4)(c) പ്രകാരം വ്യവസ്ഥ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അഞ്ചാമത്തെ കേട്ടോ പറയുന്നത്, ശ്രദ്ധിച്ചോളൂ. സെക്ഷൻ 23(4)(c) പ്രൊവൈഡ് that the state plan shall include manner in which mitigation measures shall be integrated with the development plans and project. എല്ലാ സംസ്ഥാനങ്ങളിലും ദുരന്തം ലഘൂകരിക്കുന്നതിന് വേണ്ടി വികസന പദ്ധതികളും പ്രൊജക്റ്റുകളും രൂപം കൊടുക്കണം. അവ രണ്ടിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നാണ് സെക്ഷൻ 23(4)(c) പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്ഷൻ 23(4)(c) വ്യക്തമാക്കുന്നത് ഇവിടെ എന്താണ്? സെക്ഷൻ 23(4)(c) ഇവിടെ വ്യക്തമാക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ദ സ്റ്റേറ്റ് പ്ലാൻ ഷാൾ ഇൻക്ലൂഡ് ദ മാനർ ഇൻ വിച്ച് ദ മിറ്റിഗേഷൻ മെഷേഴ്സ് ഷാൾ ബി ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ ഡെവലപ്മെന്റ് പ്ലാൻ ആൻഡ് പ്രൊജക്റ്റ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഡെവലപ്മെന്റ് പ്ലാൻസും പ്രൊജക്റ്റുകളും ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നാണ് സെക്ഷൻ 23(4)(c) വ്യവസ്ഥ ചെയ്യുന്നത്. അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ. സെക്ഷൻ 23(4)(d). സെക്ഷൻ 23(4)(d). സെക്ഷൻ 23(4)(d) എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കൂ. Section 23(4)(d) provides that the state plan shall include capacity building and preparedness measures to be taken. അതായത് സെക്ഷൻ 23(4)(d) പ്രകാരം സംസ്ഥാന പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് ബിൽഡിങ്ങുകളുടെ ശേഷി വർദ്ധിപ്പിക്കലും അതേപോലെ തന്നെ മുൻകരുതൽ തയ്യാറെടുപ്പ് നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. സെക്ഷൻ 23(4)(d) provides that the state plan shall include capacity building, ബിൽഡിങ്ങിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക, പ്രിപ്പയർനെസ് മെഷേഴ്സ് ടു ബി ടേക്കൺ, മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് സെക്ഷൻ 23(4)(d) പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്ഷൻ 23(4)(d) provides that the state plan shall include capacity building and preparedness measures to be taken. ബിൽഡിങ്ങുകളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക എവിടെ? സ്റ്റേറ്റുകളിൽ. ഇതാണ് ഏത് വ്യവസ്ഥ ചെയ്യുന്നത്? സെക്ഷൻ 23(4)(d) വ്യവസ്ഥ ചെയ്യുന്നത്. അടുത്തതാണ് ഏഴാമത്തെ പോയിന്റാണ് സെക്ഷൻ 32(4). സെക്ഷൻ 32(4). സെക്ഷൻ 32(4) എന്ന് പറയുന്നത് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കൂ. Section 32(4) provides that the district authority may ensure that. അപ്പോൾ നമ്മൾ സെക്ഷൻ 6 പറഞ്ഞു കഴിഞ്ഞത്. ഇനി ഏഴാമത്തെയാണ് പറയാൻ പോകുന്നത്. 6 സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇനി ഏഴാമത്തെ സെക്ഷൻ നോക്കൂ. സെക്ഷൻ 32(4). സെക്ഷൻ 32(4) എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 32(4) provides that the district authority may ensure that the guidelines for prevention of disasters
mitigation of its effect, preparedness and response measures are laid down by the national അപ്പോൾ ഇതുവരെ നോക്കൂ കേട്ടോ. പ്രിപ്പയർനെസ് ആൻഡ് റെസ്പോൺസ് മെഷേഴ്സ് ആർ ലെഡ് ഡൗൺ. അതായത് സെക്ഷൻ 30(2)(4) പ്രൊവൈഡ് ചെയ്യുന്നു. ഡിസ്ട്രിക്ട് അതോറിറ്റി മേ എൻഷുർ, ജില്ലാ അതോറിറ്റി, ഡിസ്ട്രിക്ട് അതോറിറ്റി മേ എൻഷുർ, ജില്ലാ അതോറിറ്റി ഉറപ്പു നൽകുന്നു. എന്തിനു വേണ്ടി? ഗൈഡ് ലൈൻസ് ഫോർ പ്രിവെന്റേഷൻ ഓഫ് ഡിസാസ്റ്റർ, ദുരന്തം ഒഴിവാക്കുന്നതിനും അത് ലഘൂകരിക്കുന്നതിനും അതിനു വേണ്ടിയുള്ള മുൻകരുതൽ നടപടികൾ എടുക്കുന്നതിനും വേണ്ടി ഡിസ്ട്രിക്ട് അതോറിറ്റി നമുക്ക് ഗൈഡ് ലൈൻസ് ഉറപ്പു നൽകുന്നുണ്ട്, നേതൃത്വം വഹിക്കുമെന്ന് ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷെ ആരുടെ നിർദ്ദേശപ്രകാരം? ബൈ ദ നാഷണൽ അതോറിറ്റി ആൻഡ് സ്റ്റേറ്റ് അതോറിറ്റി. നാഷണൽ അതോറിറ്റിയുടെയും സ്റ്റേറ്റ് അതോറിറ്റിയുടെയും നിർദ്ദേശപ്രകാരം ഡിസ്ട്രിക്ട് അതോറിറ്റി നമ്മൾക്ക് ഉറപ്പു നൽകുന്നു. എന്താകും? ഗൈഡ് ലൈൻസ് നമുക്ക് സംരക്ഷണം നൽകും. എന്ത് തടയാൻ? പ്രിവെന്റേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ്, മിറ്റിഗേഷൻ ഓഫ് ഇറ്റ്സ് എഫക്റ്റ്, ദുരന്തം തടയുകയും അത് ലഘൂകരിക്കാൻ ചെയ്യുന്നതിനും അതിന് മുൻകരുതൽ നടപടികൾ എടുക്കുന്നതിനൊക്കെ വേണ്ട ഗൈഡ് ലൈൻസ് നമുക്ക് നൽകുമെന്ന് ഡിസ്ട്രിക്ട് അതോറിറ്റി ഉറപ്പു നൽകുന്നു. ആരുടെ നിർദ്ദേശപ്രകാരം? ബൈ ദ നാഷണൽ അതോറിറ്റി ആൻഡ് സ്റ്റേറ്റ് അതോറിറ്റി. ദേശീയ അതോറിറ്റിയുടെയും സ്റ്റേറ്റ് അതോറിറ്റിയും കൂടി ഫോളോ ചെയ്തുകൊണ്ട് by all departments of the government at the district level, the local authority in the district. അപ്പോൾ നാഷണൽ അതോറിറ്റിയും സ്റ്റേറ്റ് അതോറിറ്റിയും ഫോളോ ചെയ്തുകൊണ്ട് ഡിസ്ട്രിക്ട് ലെവൽസും ലോക്കൽ അതോറിറ്റികളും എന്തുറപ്പ് നൽകുന്നുണ്ട്? അതായത് നമ്മൾക്ക് ജനങ്ങൾക്ക് ഗൈഡ് ലൈൻസ് ആവാം. എന്തു തടയാൻ വേണ്ടി? പ്രിവെന്റേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ്, മിറ്റിഗേഷൻ ഇഫക്റ്റ്, അതായത് ദുരന്തത്തെ തടയുന്നതിനും ലഘൂകരിക്കുന്നതിനും. പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു ഗൈഡ് ആവാം എന്ന് ഡിസ്ട്രിക്ട് അതോറിറ്റി ഉറപ്പു നൽകുന്നുണ്ട്. ആരുടെ നിർദ്ദേശപ്രകാരം? നാഷണൽ അതോറിറ്റിയുടെയും സ്റ്റേറ്റ് അതോറിറ്റിയുടെയും നിർദ്ദേശപ്രകാരം. ഇത് വ്യക്തമാക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 32(4). ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 32(4). ഓക്കെ, അടുത്തത് നമുക്ക് 8ാമത്തെ പോയിന്റ് ആണ് പറയാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. അടുത്തത് 8ാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സെക്ഷൻ 13 പ്രൊവൈഡ്സ്, ശ്രദ്ധിക്കുക. സെക്ഷൻ 13 provides that the district authority may facilitate community training and awareness program for prevention of disaster or mitigation with the support of local authority, government and non-governmental organization. അതായത് സെക്ഷൻ 13 പ്രൊവൈഡ് ചെയ്യുന്നു. ഡിസ്ട്രിക്ട് അതോറിറ്റി മേ ഫെസിലിറ്റേറ്റ് ചെയ്യണം എന്ത്? കമ്മ്യൂണിറ്റി ട്രെയിനിങ് ആൻഡ് അവയർനെസ് പ്രോഗ്രാംസ് ഫോർ പ്രിവെന്റേഷൻ ഓഫ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ലോക്കൽ അതോറിറ്റി. അതായത് ലോക്കൽ അതോറിറ്റി, പ്രാദേശിക ഗവൺമെന്റുകൾക്ക്, അത് ഗവൺമെന്റ് ആയാലും നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആയാലും, അവർക്ക് വേണ്ട എന്തൊക്കെയാണ് ഡിസ്ട്രിക്ട് അതോറിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത്? കമ്മ്യൂണിറ്റി ട്രെയിനിങ്ങും അവയർനെസ് പ്രോഗ്രാം ഫോർ പ്രിവെന്റേഷൻ ഓഫ് ഡിസാസ്റ്റർ ഓർ മിറ്റിഗേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ? അവയർനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അതായത് ഈ ദുരന്തം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവബോധം, അത്തരത്തിലുള്ള പ്രോഗ്രാമുകളും ലഘൂകരണ പദ്ധതികളും അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ലോക്കൽ അതോറിറ്റിക്ക് ഡിസ്ട്രിക്ട് അതോറിറ്റി നൽകണം. അത് നോൺ ഗവൺമെന്റ് ആയാലും നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയാലും, ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയാലും നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയാലും എല്ലാ ലോക്കൽ അതോറിറ്റിക്കും
സെക്ഷൻ 13 പ്രൊവൈഡ് ചെയ്യുന്നു ഡിസ്ട്രിക്ട് അതോറിറ്റി എന്ത് ഫെസിലിറ്റേറ്റ് ചെയ്യണം? കമ്മ്യൂണിറ്റി ട്രെയിനിങ്ങും അവയർനെസ് പ്രോഗ്രാം ഫോർ പ്രിവെന്റേഷൻ ഓഫ് ഡിസാസ്റ്റർ ഓർ മിറ്റിഗേഷൻ. അതായത് ദുരന്തം തടയുന്നതിനു വേണ്ട അവബോധവും മിറ്റിഗേഷൻ ചെയ്യാൻ ലഘൂകരിക്കുന്നതിന് വേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു സപ്പോർട്ട് ലോക്കൽ അതോറിറ്റിക്ക് ഡിസ്ട്രിക്ട് അതോറിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യണമെന്നാണ് സെക്ഷൻ 13 പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അടുത്തത് 9ാമത്തെ സെക്ഷനിക്ക് കടക്കാം. വീണ്ടും സെക്ഷൻ 30 തന്നെ കേട്ടോ. സെക്ഷൻ 32 to 14 14. ഇവിടെ 13. ഇവിടെ എങ്ങനെയാണ് പറയുക? സെക്ഷൻ 13 to 14 provides that the district authority may set up, maintain, review and upgrade the mechanism for early warning and dissemination of proper information to public. അതായത് ഒരു ഡിസ്ട്രിക്ട് അതോറിറ്റി എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം, റിവ്യൂ ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. എന്തിനെ കുറിച്ച്? മെക്കാനിസം ഫോർ ഏർലി വാർണിംഗ് ആൻഡ് ഡെസിമിനേഷൻ ഓഫ് പ്രോപ്പർ ഇൻഫർമേഷൻ ടു പബ്ലിക്. പബ്ലിക്കിന് കൊടുക്കുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷനെ കുറിച്ച് ഒരു വാർണിംഗ്സും ഡെസിമിനേഷനും ഒക്കെ ആര് നൽകണം? ആരുടെ നേതൃത്വത്തിൽ പ്രൊവൈഡ് ചെയ്യണം? ഡിസ്ട്രിക്ട് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഏത് സെക്ഷൻ പറയുന്നത്? സെക്ഷൻ 30 to 14 പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്ഷൻ 30 to 40 പ്രൊവൈഡ് ചെയ്യുന്നു എന്ത്? ഡിസ്ട്രിക്ട് അതോറിറ്റി മേ സെറ്റപ്പ്, മെയിൻറ്റെയിൻ, റിവ്യൂ ആൻഡ് അപ്ഗ്രേഡ് ദ മെക്കാനിസം ഫോർ ഏർലി വാർണിംഗ് ആൻഡ് ഡെസിമിനേഷൻ ഓഫ് പ്രോപ്പർ ഇൻഫർമേഷൻ ടു പബ്ലിക്. പബ്ലിക്കിന് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസും വാർണിംഗ്സും ഡിസ്ട്രിക്ട് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്യണം, റിവ്യൂ ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം എന്ന് സെക്ഷൻ 30 to 14 പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തത് സെക്ഷൻ 31. സെക്ഷൻ 31 3B. Section 31 3B provides that district plan shall include measures to be taken for prevention and mitigation of disaster by the Department of Government at the district level and local authority in the district. എല്ലാ ഡിസ്ട്രിക്ട് ലെവലിലുമുള്ള ലോക്കൽ അതോറിറ്റിക്കും ഡിസ്ട്രിക്ട് ലെവലിലും ലോക്കൽ അതോറിറ്റിക്കും വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും ഡിസ്ട്രിക്ട് പ്ലാൻ നൽകണമെന്നും സെക്ഷൻ 31 3B പ്രൊവൈഡ് ചെയ്യുന്നു. സെക്ഷൻ 31 3B provides that the district plan shall include measures to be taken for എന്തിനു വേണ്ടി? For prevention and mitigation of disaster. ദുരന്തം തടയുന്നതിനും അതിൻ്റെ ലഘൂകരണത്തിനും വേണ്ടി ഡിസ്ട്രിക്ട് പ്ലാന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ആർക്കൊക്കെ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് ലോക്കൽ അതോറിറ്റി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ലെവലിലും ലോക്കൽ അതോറിറ്റിയിലും ഒരു ഡിസ്ട്രിക്ട് പ്ലാന് നൽകുന്നുണ്ട്. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 31 3B പ്രകാരം. ഇപ്പൊ സെക്ഷൻ 31 3B പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്ട്രിക്ട് പ്ലാന്. എവിടെ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഡിസ്ട്രിക്ട് ലെവലിലും ലോക്കൽ അതോറിറ്റിക്കും എന്ത് തടയാൻ വേണ്ടിയിട്ട്? ദുരന്തം തടയുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടി. അതാണ് സെക്ഷൻ 31 3B പറയുന്നത്. അടുത്തതാണ് 11ാമത്തെ പോയിന്റ്. സെക്ഷൻ 32A പ്രൊവൈഡ്സ്. സെക്ഷൻ 32A provides that every office at the district level shall prepare plan setting out. ഡിസ്ട്രിക്ട് ലെവലിലുള്ള എല്ലാ ഓഫീസുകൾക്കും എന്ത് നൽകുന്നു? പ്രിപ്പയർ എ പ്ലാൻ സെറ്റിംഗ്. ഒരു ആസൂത്രണം പ്രിപ്പയർ ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നതാണ് സെക്ഷൻ 32A. സെക്ഷൻ 32A provides that every office at district level, എല്ലാ ഡിസ്ട്രിക്ട് ലെവലിലെയും ഓഫീസുകൾക്ക് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശം നൽകുന്ന വകുപ്പാണ് സെക്ഷൻ 32A.
അത് ഈ സെക്ഷൻ 32A നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതേതാ? ഇതാ ഈ ആരോ മാർക്ക് ഇട്ട രണ്ടല്ല 3 എണ്ണായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ, ABC ആയിട്ട്. എന്തൊക്കെയായാലും എയിൽ പറയുന്നത് നോക്കൂ. അപ്പോൾ സെക്ഷൻ 32A പ്രൊവൈഡ് ചെയ്യുന്നു എവരി ഓഫീസ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ ഷാൾ പ്രിപ്പയർ എ പ്ലാൻ സെറ്റിംഗ് ഔട്ട്. എല്ലാ ഡിസ്ട്രിക്ട് ലെവലിലും ഒരു ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാന് പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നും സെക്ഷൻ 32A പ്രൊവൈഡ് ചെയ്യുന്നു. അത് ABC എന്ന രീതിയിലാണ്. അതിൽ എ എന്താ നോക്കാം. പ്രൊവിഷൻ ഫോർ പ്രിവെന്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സ് ആസ് provide for in the district plan and as is assigned to the department or relevant agency. ദുരന്തം തടയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഡിസ്ട്രിക്ട് provision for prevention and mitigation measures provided for in the district plan as is assigned to the department or relevant agency. അതായത് ദുരന്തം തടയുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടി ഒരു ഡിസ്ട്രിക്ട് പ്ലാന് നൽകുക. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്ത് നൽകണം? ഒരു പ്ലാനിങ് എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലും ഒരു പ്ലാനിങ് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? പ്രിവെന്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ, അതായത് ദുരന്തത്തെ ഒഴിവാക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടി എല്ലാ ഗവൺമെന്റ് ഏജൻസികളിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഓർ റെലവന്റ് ഏജൻസികളിലും എന്തുണ്ടായിരിക്കണം? ഒരു ഡിസ്ട്രിക്ട് പ്ലാൻ ഉണ്ടായിരിക്കണം. അതിൽ ബി എന്താ പറയണേ നോക്കൂ. പ്രൊവിഷൻ ഫോർ ടേക്കിംഗ് മെഷേഴ്സ് റിലേറ്റിംഗ് ടു കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് പ്രിപ്പയർനെസ് ഓഫ് ലെറ്റ് ഡൗൺ ഇൻ ദ ഡിസ്ട്രിക്ട് പ്ലാൻ. ഡിസ്ട്രിക്ട് പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ബിൽഡിങ്ങുകളുടെയും കപ്പാസിറ്റി അളക്കേണ്ടതാണ് എന്നത് വ്യവസ്ഥ ചെയ്യുന്നു. പ്രൊവിഷൻ ഫോർ ടേക്കിംഗ് മെഷേഴ്സ് റിലേറ്റഡ് ടു കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് പ്രിപ്പയർനെസ് ലെറ്റ് ഡൗൺ ഇൻ ദ ഡിസ്ട്രിക്ട് പ്ലാൻ. ഡിസ്ട്രിക്ട് പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ബിൽഡിങ്ങിന്റെയും കപ്പാസിറ്റി എന്ത് ചെയ്യണം? പ്രിപ്പയർനെസ് ചെയ്യും വേണം, അത് മെഷേഴ്സ് ചെയ്യും വേണം എന്നാണ് സെക്കൻഡിലി പറയുന്നത്, ബിയില് പറയുന്നത്. ഇനി സിയിൽ എന്താ പറയുന്നത് നോക്കൂ. ദ റെസ്പോൺസ് പ്ലാൻ ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻ ദ ഇവന്റ് ഓഫ് എനി ത്രട്ടനിങ് ഡിസാസ്റ്റർ സിറ്റുവേഷൻ. എല്ലാ ദുരന്ത സാഹചര്യങ്ങളുടെയും തരണം ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവാദിത്തത്തോടു കൂടി പ്ലാനുകളും പ്രൊസീജിയേഴ്സുകളും നടപ്പാക്കണം. The response plan and procedures in the event of any threatening disaster situation. ഡിസാസ്റ്റർ സിറ്റുവേഷനെ ത്രട്ടനിങ് ചെയ്യണമെങ്കിൽ വ്യക്തമായിട്ടുള്ള പ്ലാനുകൾക്കും പ്രൊസീജിയേഴ്സിനും ഉത്തരവാദിത്തം കൊടുക്കണം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് സെക്ഷൻ 32A വരുന്നത് കേട്ടോ. മനസ്സിലാക്കുക. സെക്ഷൻ 32A 3 കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏതൊക്കെ സെക്ഷനാണ് നോക്കാനുള്ളത് നോക്കൂ. ഇനി സെക്ഷൻ 35, സെക്ഷൻ 36, സെക്ഷൻ 37, സെക്ഷൻ 38, സെക്ഷൻ 38 വീണ്ടും വരുന്നുണ്ട്, സെക്ഷൻ 39, സെക്ഷൻ 40. ഇങ്ങനെ ഇനി നമുക്ക് 8 സെക്ഷൻസും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നമ്മളിപ്പോൾ 11 എണ്ണാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി 12 തൊട്ട് 18 സെക്ഷൻ ഭാഗങ്ങൾ, സെക്ഷൻ 35 തൊട്ട് സെക്ഷൻ 40 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായെന്ന് പരിശോധിക്കാം. ഓക്കെ, അടുത്തത് 12th പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സെക്ഷൻ 11 സെക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ 12 തൊട്ട് 18 വരെയുള്ള സെക്ഷൻസ് ആണ് നോക്കുന്നത്. അതിൽ സെക്ഷൻ 35 നമ്പർ 12 കേട്ടോ. അപ്പോൾ സെക്ഷൻ 35 2B provides that the central government may ensure the integration of measures for prevention of disasters and mitigation by ministries or department of the government of India into their development plans and project. അതായത് സെക്ഷൻ 35 2B പ്രൊവൈഡ് ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെന്റ് മേ എൻഷുർ ഇന്റഗ്രേഷൻ ഓഫ് മെഷേഴ്സ് ഫോർ. സെൻട്രൽ ഗവൺമെന്റ് ഉറപ്പ് നൽകുന്നു. എന്താണ് ഉറപ്പ് നൽകുന്നത്? ഇന്റഗ്രേഷൻ ഓഫ് മെഷേഴ്സ് ഫോർ പ്രിവെന്റേഷൻ ഓഫ് ഡിസാസ്റ്റർ. ദുരന്തത്തെ തടയാമെന്നും
മിറ്റിഗേഷൻ ബൈ മിനിസ്റ്ററീസ്, അതെ, ദുരന്തത്തെ തടയുകയും ലഘൂകരിക്കുകയും ചെയ്യാമെന്ന് ഉറപ്പു നൽകുന്നു. ആരൊക്കെ കൂടിച്ചേർന്നുകൊണ്ട്? മിനിസ്റ്ററീസും ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും. അപ്പോൾ മിനിസ്റ്ററീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് എൻഷുർ തരുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. എന്തിനൊക്കെ തടയാം? ഡിസാസ്റ്റർ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യാം, മിറ്റിഗേഷൻ ചെയ്യുകയും ചെയ്യാം. മാത്രമല്ല ഇൻ ടു ദർ ഡെവലപ്മെന്റ് പ്ലാൻ ആൻഡ് പ്രൊജക്റ്റ്, വികസന ആസൂത്രണ പദ്ധതികളും പ്രൊജക്റ്റുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മിനിസ്റ്ററീസും അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി ചേർന്നുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് എന്ത് തടയാമെന്ന്? ഈ ഡിസാസ്റ്റർ പ്രോബ്ലംസ് തടയുകയും ലഘൂകരിക്കുകയും ചെയ്യാമെന്ന് സെക്ഷൻ 35(2)(b) പ്രകാരം ഉറപ്പ് നൽകുന്നുണ്ട്. അതാണ് സെക്ഷൻ 35(2)(b) എന്ന് പറയുന്നത്. ഇതൊക്കെ ഏകദേശം ഒരേ സെയിം പോലെ തോന്നും, പക്ഷെ ചിലതിൽ സെൻട്രൽ ഗവൺമെന്റ് ആവും പ്രാധാന്യം കൊടുക്കുക, ചിലത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവും പ്രാധാന്യം കൊടുക്കുക, ചിലതിൽ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ അത് ഏതാന്ന് നോക്കി വെച്ചാൽ മതി നിങ്ങൾ. ഓരോ സെക്ഷൻ പറയുമ്പോഴും ആരുടെ നേതൃത്വത്തിലാണ് ആ സെക്ഷനെ ഫോളോ ചെയ്യുന്നത്, ആ സെക്ഷൻ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ആ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 36(b). Section 36(b). Section 36(b) provide that every ministry and department of government of India shall integrate into its development plan and project the measures for prevention or mitigation of disasters in accordance with guidelines laid down by the national authority. ഒരു കേന്ദ്ര അതോറിറ്റിക്ക് കീഴിൽ ഇപ്പോൾ സെക്ഷൻ 36(b) പ്രൊവൈഡ് ചെയ്യുന്നു. മിനിസ്റ്ററി അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി ചേർന്ന് കൊണ്ട് എന്തൊക്കെ ഡെവലപ്മെന്റ് പ്ലാൻസും പ്രൊജക്റ്റുകളും രൂപം കൊടുക്കും. എന്ത് തടയാന്? പ്രിവെൻഷൻ ഓർ മിറ്റിഗേഷൻ ഓഫ് ഡിസാസ്റ്റർ. അപ്പോൾ പ്രിവെൻഷൻ ഓർ മിറ്റിഗേഷൻ ഓഫ് ഡിസാസ്റ്റർ, ദുരന്തത്തെ തടയുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടി മിനിസ്റ്ററി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി ഇന്റഗ്രേറ്റർ കൂടി ചേർന്നുകൊണ്ട് ഒരു നാഷണൽ അതോറിറ്റിക്ക് രൂപം കൊടുക്കുമെന്ന് സെക്ഷൻ 36(b) പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു നാഷണൽ അതോറിറ്റി ആരൊക്കെ ചേർന്നുകൊണ്ടായിരിക്കും? അതായത് മിനിസ്റ്ററിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും, മിനിസ്റ്റേഴ്സും മന്ത്രിമാരും മറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഡിപ്പാർട്ട്മെന്റ്സും കൂടി ചേർന്നുകൊണ്ട് ഒരു ഡെവലപ്മെന്റ് പ്ലാനും പ്രൊജക്റ്റും പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഏത് സെക്ഷൻ പറയുന്നത്? സെക്ഷൻ 36(b) പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് 14ാമത്തെ സെക്ഷൻ. 14ാമത്തെ പോയിന്റാണ് നമ്മൾ പറയുന്നത്. 14ാമത്തെ സെക്ഷൻ അല്ല, 14ാമത്തെ പോയിന്റ് സെക്ഷൻ 37. സെക്ഷൻ 37(1)(a). സെക്ഷൻ 37(1)(a) എന്താ പറയുന്നത്? മാൻഡേറ്റ് ഓൾ ദ മിനിസ്റ്ററി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു പ്രിപ്പയർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇന്റർ ഏരിയ സ്പെസിഫൈവിംഗ് എന്നാ പറയുന്നത്. അതായത് മാൻഡേറ്റ് ഓൾ ദ മിനിസ്റ്ററി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു പ്രിപ്പയർ എ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇന്റർ ഏരിയ സ്പെസിഫൈവിംഗ്. ഏതൊക്കെ ഏരിയയിലാണ് ഇത്തരത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് പ്രിപ്പയർ ചെയ്യണം. ഏതൊക്കെ ഏരിയകൾക്ക് വേണ്ടിയാണ് ഈ ഓരോ ആക്ടിവിറ്റികളും അതല്ലെങ്കിൽ ഓരോ ഡിസാസ്റ്റർ മാനേജ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന ആ ഏരിയയെ എന്ത് ചെയ്യണം എന്നാ പറയണത്? സ്പെസിഫൈ ചെയ്യണം. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 37(1)(a) പ്രകാരം. അതിൽ 2 കാര്യങ്ങളാണ് പ്രാധാന്യം കൊടുക്കുന്നത്. measure to be taken by prevention and mitigation of disasters in accordance with the national plan. അതായത് ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ദ മെഷർ ടു ബി ടേക്കൺ ബൈ പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ ഓഫ് ഡിസാസ്റ്റർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ നാഷണൽ, ഇതൊരു ദേശീയ പ്ലാനായിട്ട് എന്ത് ചെയ്യണം? പറയപ്പെടണം.
ഇത്തരത്തിലുള്ള പ്ലാനുകൾ കൊടുക്കുമ്പോൾ അതിനെങ്ങനെ അറിയണം എന്നാണ് പറയണത്. ഏത് രീതിയിലാണ് അറിയപ്പെടേണ്ടത്? നാഷണൽ പ്ലാൻ ആയിട്ടും. രണ്ടാമത് എന്താ പറയണത്? ദ സ്പെസിഫൈസ് റിഗാർഡിംഗ് ഇന്റഗ്രേഷൻ ഓഫ് മിറ്റിഗേഷൻ മെഷേഴ്സ് ഇൻ ഈഫ് ഡെവലപ്മെന്റ് പ്ലാൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗൈഡ് ലൈൻസ് ഓഫ് നാഷണൽ അതോറിറ്റി ആൻഡ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഒരു നാഷണൽ അതോറിറ്റിയുടെയോ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയോ അക്കോർഡൻസ് അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? മിറ്റിഗേഷൻ മെഷേഴ്സ് ഡെവലപ്മെന്റ് പ്ലാൻ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു നാഷണൽ അതോറിറ്റിയുടെയോ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയോ ഗൈഡ് ലൈൻസിലും അതിൻ്റെ അഭിപ്രായത്തിലൂടെ വേണം എന്ത് ചെയ്യാൻ? ഡെവലപ്മെന്റ് പ്ലാൻസുകൾ രൂപം കൊടുക്കേണ്ടത്. അതായത് മിറ്റിഗേഷൻ നടത്തണമെങ്കിൽ, ദുരന്ത നിവാരണം നടത്തണമെങ്കിൽ അതിന് വേണ്ട ഡെവലപ്മെന്റ് പ്ലാൻസുകൾ രൂപം കൊടുക്കേണ്ടത് ആരുടെയൊക്കെ നേതൃത്വത്തിലായിരിക്കണം എന്നാ പറയണേ? നാഷണൽ അതോറിറ്റി ആൻഡ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കണം. അതാണ് 14ാമത്തെ പോയിന്റിലൂടെ സെക്ഷൻ 37(1)A പറയുന്നത്. അടുത്തത് 15ാമത്തെ പോയിന്റ് സെക്ഷൻ 38(2). സെക്ഷൻ 38(2) എന്താണ് സെക്ഷൻ 38(2) പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. സെക്ഷൻ 38(2) പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ അത് വ്യക്തമാക്കുന്നത് ശ്രദ്ധിച്ചോളൂ. അതായത് Section 38(2) provides that the state government may integrate in the state development measure to reduce or mitigate the vulnerability of different parts of the state to different disasters. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വ്യത്യസ്ത ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ഉള്ള നടപടികൾ സംസ്ഥാന വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വ്യത്യസ്ത ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ഉള്ള നടപടികൾ സംസ്ഥാന വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നാണ് സെക്ഷൻ 38(2) പ്രൊവൈഡ് ചെയ്യുന്നത്. Section 38(2) provides that state government may integrate in the state development measures to reduce, mitigate the vulnerability of different parts of the state to different disasters. അപ്പോൾ വ്യത്യസ്ത സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഉണ്ടാകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികളിലും ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമുള്ള നടപടികളും അതേപോലെ തന്നെ പിന്നെന്താണ് സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്നാണ് ഏത് വ്യവസ്ഥ ചെയ്യുന്നത്? സെക്ഷൻ 38(2). അതേപോലെ തന്നെ 16ാമത്തെ പോയിന്റിൽ സെക്ഷൻ 38(2)F എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? 2F. Section 38(2)F provides that the state government may integrate in the state development plan measures to reduce or mitigate the vulnerability of different parts of the state different disasters. ഇതിൽ പറയുന്നതിന് ഇതിലും വരുന്നത് ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അതായത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വ്യത്യസ്ത ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനോ ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അതായത് വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ട നടപടി സ്വീകരിക്കേണ്ടത് ആരാണ്? സെക്ഷൻ 38(2)F പ്രകാരം സംസ്ഥാന ഗവൺമെന്റുകളാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റുകൾ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനും ദുരന്തം ഒഴിവാക്കുന്നതിനും വേണ്ടി വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്യണം എന്നാണ് സെക്ഷൻ 38(2)F പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് 17ാമത്തെ പോയിന്റ് 17th പോയിന്റ് ആണ്. Section 39 provides that the departments of state government may integrate in the state development plan and project the measures for prevention of disaster and mitigation. അതായത് സെക്ഷൻ 39 പ്രൊവൈഡ് ചെയ്യുന്നു എന്ത്? സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തിന് നേതൃത്വം കൊടുക്കണം? സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ഇൻ്റഗ്രേറ്റ് ഇൻ ദ സ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്ലാൻ ആൻഡ് പ്രൊജക്റ്റ്. സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വികസന പ്ലാനുകളും പ്രൊജക്റ്റുകളും ആസൂത്രണം ചെയ്യണം. എന്തിന്?
പ്രിവെൻഷൻ ഓഫ് ഡിസാസ്റ്റർ ആൻഡ് മിറ്റിഗേഷൻ, അതായത് ദുരന്തം ഒഴിവാക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടി. അപ്പോൾ സെക്ഷൻ 39 പ്രൊവൈഡ്സ് ദാറ്റ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ഇന്റഗ്രേറ്റ് ഇൻ ദ സ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്ലാൻ ആൻഡ് പ്രൊജക്ട് മെഷേഴ്സ് ഫോർ പ്രിവെൻഷൻ ഓഫ് ഡിസാസ്റ്റർ ആൻഡ് മിറ്റിഗേഷൻ. ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ഡെവലപ്മെന്റ് പ്ലാനുകളും പ്രൊജക്റ്റുകളും അറേഞ്ച് ചെയ്യുകയും അതിലൂടെ എന്തിനെ ഒഴിവാക്കാൻ ശ്രമിക്കണം എന്നാ പറയുന്നത്? ഡിസാസ്റ്ററിനെ ഒഴിവാക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും ശ്രമിക്കണം. അടുത്തത് 18ാമത്തെ പോയിന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ലാസ്റ്റ് സെക്ഷൻ, സെക്ഷൻ 14. സെക്ഷൻ 14 പ്രകാരം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 41A2, സെക്ഷൻ 41A2 പ്രകാരം അതായത് സെക്ഷൻ 41A2 മാൻഡേറ്റ്സ് ഓൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രിപ്പയർ എ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ that should integrate strategies for the prevention of disaster or the mitigation of its effect or both with the development plan and program by the department. അതായത് സംസ്ഥാനത്തിൻ്റെ എല്ലാ വകുപ്പുകളും ദുരന്ത നിവാരണത്തിനോ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനോ അല്ലെങ്കിൽ രണ്ടു വകുപ്പിൻ്റെ വികസന പദ്ധതികളുമായും പരിപാടികളുമായും സംയോജിക്കുന്ന ഒരു ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കുമെന്ന് നിഷ്കർഷിക്കുന്നു. അപ്പോൾ സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളും ഡിസാസ്റ്റർ മിറ്റിഗേഷനോ അതല്ലെങ്കിൽ അതിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിനോ രണ്ടു വകുപ്പിൻ്റെയും വികസന പദ്ധതികളുമായും പരിപാടികളുമായും സംയോജിപ്പിക്കുന്ന ഒരു ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ്. അപ്പോൾ ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 41A2. സെക്ഷൻ 41A2 മാൻഡേറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ടു പ്രിപ്പയർ എ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ദാറ്റ് ഷുഡ് ഇന്റഗ്രേറ്റ് സ്ട്രാറ്റജി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ഡിസാസ്റ്റർ or the mitigation of its effect or both with the development plan and program by the department. അതായത് വകുപ്പ് 41A2 സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളും ദുരന്ത നിവാരണത്തിനോ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനോ അല്ലെങ്കിൽ രണ്ടു വകുപ്പിൻ്റെയും വികസന പദ്ധതികളുമായും പരിപാടികളുമായും സംയോജിക്കുന്ന ഒരു ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കുമെന്ന് നിഷ്കർഷിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 41 and 2. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ഫോർ മെയിൻ സ്ട്രീമിംഗ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 18 സെക്ഷൻ പഠിക്കാനുണ്ട്. ഓരോ സെക്ഷനും അതിൻ്റെ നമ്പേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെക്ഷനിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ വരുന്നത്, സെൻട്രൽ ഗവൺമെൻറ് ആണോ വരുന്നത്, മറ്റ് ഡിസ്ട്രിക്ട് അതോറിറ്റി ആണോ വരുന്നത് എന്ന് നോക്കിയാൽ മതി. ഓരോ അതിൻ്റെ സെക്ഷൻ്റെ നമ്പേഴ്സും ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നും മനസ്സിലാക്കുക. അപ്പോൾ ഈ 18 എണ്ണവും നന്നായിട്ട് മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. രഹസ്യ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 3rd ബ്ലോക്കിലെ 11th യൂണിറ്റ് 11ാമത്തെ യൂണിറ്റിൽ പറഞ്ഞു തരാനുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ലൈവ് ക്ലാസ് അറേഞ്ച് ചെയ്യുമ്പോഴോ ഓഫ്ലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്യുമ്പോഴോ ഒക്കെ ഡിസ്കഷൻ നടത്താം. ഓക്കെ.